പൗരത്വ ഭേദഗതി ബില്ലും മുസ്ലിമാണോ ഓന് പൗരത്വമില്ല, ഹിന്ദു ബുദ്ധനോ ക്രിസ്ത്യനോ ആണെങ്കിൽ ഓയ്ക്ക് പൗരത്വം. എന്ത് മര്യാദ ഇത്? BJPയും കോൺഗ്രസും തമ്മിലുള്ള ധാരണ ഇന്നോ ഇന്നലെയോ ഉള്ളതല്ല. 991 അത് മറ നീക്കി പുറത്തു വന്നത്. 6000 ജയിക്കണം ഞാൻ. 22,000 വോട്ടുള്ള BJP അവരെ കൂടെ കൂടിയാൽ 22 6 പോയാൽ എത്ര ഉണ്ട്? 18,000 വോട്ട്. 18,000 വോട്ടിന് ഞാൻ തോൽക്കണം. അതാണ് ആ 18 മറികടന്നിട്ടാണ് 12,000 വോട്ടിന് ജയിച്ചത്. അതാണ് ജനങ്ങൾ ഇഷ്ടപ്പെടാത്ത കണ്ട പോലും മറിച്ചാണ് വോട്ട് ചെയ്യും. അനിൽ ആൻ്റണി കുപ്പായിട്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് ആൻ്റണിയിലെ വണ്ടി കയറ്റി കൊടുത്ത് എൻ്റെ മകൻ തെറ്റായൊരു വഴിക്ക് പോകുമ്പോൾ ഞാൻ പറയില്ലേ പോകല്ലേ മോനെ, ഇത് പറഞ്ഞില്ലല്ലോ. അപ്പോൾ എന്താ കോൺഗ്രസ് നശിക്കുക എന്ന് ആൻ്റണിക്കറിയാം. 2004 നിന്ന് സാഹചര്യം കുറെ മാറിയിട്ടുണ്ടെന്നാണ് UDF പറയുന്നത്. അതായത് ഇപ്പോൾ മാറിയിട്ടുണ്ട്, ഞങ്ങൾക്ക് അനുകൂലമാണെന്നാണ് ഞാൻ പറയുന്നത്. അവർക്ക് അനുകൂലമാണെന്ന് അവർ പറയാം. ഇതുപോലെ തന്നെ BJP വിരുദ്ധ മനോഭാവം സജീവമായിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിനായിട്ടുള്ള ഒരു വികാരം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇന്ന് ഭരിക്കുന്നത് നിലവിൽ LDF സർക്കാരാണ്. ആ വിധത്തിലുണ്ട്. കൂടാതെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും ലീഗിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ MLA മാർ തന്നെയാണുള്ളത്. സ്വാഭാവികമായും അതൊക്കെ തന്നെ അവർക്ക് നേട്ടമുണ്ടാക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഇത്തരം ഘടകങ്ങളെ എങ്ങനെ മറികടക്കാം? എന്ത് രാഷ്ട്രീയ തന്ത്രമാണ് വസീഫിന് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത്? രാഷ്ട്രീയ തന്ത്രം ഈ പറഞ്ഞ തന്നെ BJP വിരുദ്ധ നിലപാട് ശക്തമായിട്ട് എടുക്കുന്ന മുന്നണിക്കും വ്യക്തികൾക്കും പിന്തുണ കൊടുത്ത് കൂടി ആ മാറ്റത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇവിടെ കോൺഗ്രസ്സായിട്ട് യോജിക്കാൻ കഴിയണില്ല എന്നേ ഉള്ളൂ. ഇന്ത്യ മുന്നണിയിൽ യോജിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ, അവിടെ വേറെ കക്ഷികളുണ്ടല്ലോ. അതേ സമയത്ത് ഞാൻ പറയട്ടെ, ഇവരുടെ കളി BJPക്ക് അനുകൂലമായി നിന്നിട്ട് അവരെയും കൂടി കൂട്ടിപ്പിടിച്ച് ഞങ്ങളെ തോൽപ്പിക്കലല്ലേ. അതല്ലേ അവരുടെ തന്ത്രം. BJPയെ നേരിട്ട് എതിർക്കണം. ഇന്നും ആ പൗരത്വ ഭേദഗതി ബില്ല് നടപ്പാക്കിയിട്ട് പോലും രാഹുൽ ഗാന്ധി മുണ്ടുന്നുണ്ടോ? കോൺഗ്രസ് പ്രസിഡന്റ് മുണ്ടുന്നുണ്ടോ? ഇവിടുത്തെ ജനങ്ങൾ ബേജാറില്ല. 190 ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തു, ലീഗരടക്കം. നമ്മളത് നടപ്പാക്കൂല എന്ന് പറഞ്ഞ് ശക്തിയാണ് ഞങ്ങളെ എന്തുകൊണ്ട് നടപ്പാക്കൂല വെച്ചാൽ അതിൻ്റെ തന്ത്രങ്ങൾ വേറെ ഉണ്ട്. ഇപ്പോൾ പറയുന്നില്ല. കോടതിയിൽ പോകും, ഞങ്ങൾ അല്ലാത്ത നിലക്കും ഉണ്ടാവും, ഏത് നിലക്കും. ഞങ്ങൾക്കിപ്പോൾ അങ്ങനെ ഭരിച്ചോളണമെന്നൊന്നുമില്ല. പൗരത്വ ഭേദഗതി ബില്ലും മുസ്ലിമാണോ ഓന് പൗരത്വമില്ല, ഹിന്ദു ബുദ്ധനോ ക്രിസ്ത്യനോ ആണെങ്കിൽ ഓയ്ക്ക് പൗരത്വം. എന്ത് മര്യാദ ഇത് നടപ്പാക്കിയിട്ടും ഇപ്പോഴും അവരോട് മൃദു ഹിന്ദുത്വം ആശ്രയിച്ച് നടക്കുന്ന ഇവർക്കാണോ വോട്ട് ചെയ്യുക? ഒരു കാര്യം ഞാൻ തീർത്ത് പറഞ്ഞുതരാം. 2004 ജനം 20 കൊല്ലം കഴിഞ്ഞപ്പോൾ ബുദ്ധി വികസിച്ചേക്കണം. പഠനം അനുഭവങ്ങളും ധാരാളമുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പല ചിന്തയും ജനങ്ങൾക്കും യുവാക്കൾക്കൊക്കെ ഉണ്ട്. അത് ഞങ്ങൾക്ക് അനുകൂലമായി വരുമെന്നാണ് എൻ്റെ അഭിപ്രായം. BJP എതിർക്കണമെങ്കിൽ ഇടതുപക്ഷത്തെ മാറ്റി നിർത്തിയിട്ട് ആരുണ്ട് ഇവിടെ? അങ്ങനെയാണെങ്കിൽ 2004 ശേഷം എന്താണ് അത്തരമൊരു വിജയം മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ആവർത്തിക്കാതിരുന്നത്? അതിൽ പ്രധാനപ്പെട്ട ഒരു ആരോപണം വരുന്നത് പ്രതിപക്ഷത്തുള്ള UDFൻ്റെ അല്ലെങ്കിൽ ലീഗിൻ്റെ ഉൾപ്പെടെ പണക്കൊഴുപ്പും ആ രീതിയിൽ ഇടപെടലുകളുമാണെന്നാണ്. അങ്ങേക്ക് അങ്ങനെ എന്തെങ്കിലും ആരോപണമുണ്ടോ? പിന്നീട് പരാജയത്തിന് ഒരു കാരണമല്ല, മണ്ഡലം ഇല്ലാതാക്കിയാണ് ഒരു കാരണം. ഞാൻ ജയിച്ച മഞ്ചേരി മണ്ഡലം വിഭജിച്ചു. വണ്ടൂർ, നിലമ്പൂർ, അരീക്കോട്, ഏറനാട് ഇത് 3 വയനാട്ടിലേക്ക് കൊടുത്തു. ബേപ്പൂരും കുന്നമംഗലവും ഞങ്ങൾ ഉറച്ച മണ്ഡലം. ഞാൻ 5 തവണ ജയിച്ച സ്ഥലമാണ്. അത് കോഴിക്കോട്ടും കൊടുത്തു. പിന്നെ ലീഗിന് പറ്റുന്ന സ്ഥലം മാത്രം ആക്കിയിട്ട് ഇവിടെ മലപ്പുറം ഉണ്ടാക്കി. അതാണ് തോൽക്കാനൊരു കാരണം, വേറെ ഒരു കാരണവുമില്ല. ഞാനല്ലെങ്കിൽ തോൽക്കില്ല. എന്നിട്ട് തന്നെ 50,000 വോട്ടിനാണ് ഞാൻ ജയിച്ചത്. ആ 50 മറികടന്ന് 98,000 വോട്ടിനാണ് തോറ്റത്. പിന്നെ മനസ്സിലായില്ലേ? എന്നാൽ ഈ മണ്ഡലം വിഭജിച്ച് അവരുണ്ടാക്കിയ കള്ളമണ്ഡലം ഉണ്ടല്ലോ, അതിലും മാറ്റങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൊണ്ടോട്ടിയൊക്കെ എന്താ മാറ്റം എന്ന് പറയുന്നത്? ഞങ്ങൾക്ക് വലിയ മാറ്റമുണ്ട്. അതുപോലെ പെരിന്തൽമണ്ണയിലുണ്ട്. ഇതെല്ലാം ഈ പുതിയ മാറ്റങ്ങൾ നമുക്ക് അനുകൂലമായി വരും എന്നാണ് ഞങ്ങളെ വിശ്വാസം. ഞാൻ ജയിച്ച സാഹചര്യം അതാണ്. ആ സാഹചര്യം അല്ല ഇപ്പോൾ. പിന്നെ സ്ഥാനാർത്ഥികളുടെ താരതമ്യം ഒരൊറ്റ കാരണം പറഞ്ഞുതരാം. ഞാൻ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ സഖാവേ അല്ലെങ്കിൽ നേതാവേ എന്ന് ആരും വിളിക്കൂല. എന്താ വിളിക്കുക? അപ്പോഴോ നിങ്ങൾക്ക് തന്നെ അറിയാലോ, അംസാക്കാന്നാണ് വിളിക്കുക. ആ വിളിൻ്റെ ഉള്ളിൽ നിന്നൊരു സംഗതിയുണ്ട്. അത് അവർക്കും എനിക്കും നിങ്ങൾക്കും മനസ്സിലാവും. ആ ഒരു നിലവാരത്തിലാണ് ഞാൻ അന്ന് ജയിച്ചത്. ആ നിലക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരാളാണ് വാസിഫ്. അവൻ്റെ ചിരിയും ബന്ധവും കാര്യമൊക്കെ. മറ്റേത് ഇത് മുങ്ങിക്കളിക്കല്ലേ.
അവിടെ നിന്നാൽ ജയിക്കുന്നതാണ് ഇങ്ങോട്ട്, ഇവിടെ നിന്നാൽ അങ്ങോട്ട്, ഇവിടുത്തെ ടയർ അങ്ങോട്ട് മാറ്റിയിട്ട് മറ്റേ ഇങ്ങോട്ട് മാറ്റിയെടുത്തു, പുതിയ ടയറില്ല. അപ്പം ഇതിനൊക്കെ ഒരു പ്രതിവിധി ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ബാക്കിയുള്ള മണ്ഡലങ്ങളിലൊക്കെ നേരത്തെ പറഞ്ഞു BJPയും കോൺഗ്രസും തമ്മിൽ ഒരു ധാരണയുണ്ട്. പല മണ്ഡലങ്ങളിലും കോൺഗ്രസിനെ BJP അത് ഇന്നും ഇന്നലെയും ഉള്ളതല്ല. അതെ, ഇന്നൊന്നും മലപ്പുറത്ത് അങ്ങനെ എന്തെങ്കിലും ധാരണ ഉള്ളതായിട്ട് തോന്നുന്നു. ഞാൻ പറഞ്ഞുതരാം, ഈ BJPയും കോൺഗ്രസും തമ്മിലുള്ള ധാരണ ഇന്നോ ഇന്നലെയോ ഉള്ളതല്ല. 1991 അത് മറ നീക്കി പുറത്തു വന്നത്. ഞാൻ അന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു. 2 തവണ ജയിച്ച ബേപ്പൂരിൽ ഞാൻ നിൽക്കുകയാണ് മന്ത്രി എന്നുള്ള നിലക്ക്. എന്നെ തോൽപ്പിക്കാൻ ചെയ്ത പണി എന്താണ്? അവിടുത്തെ നോമിനേഷൻ കൊടുത്ത ലീഗിൻ്റെ സ്ഥാനാർത്ഥിനെ പിൻവലിച്ചിട്ട് BJPൻ്റെ അഖിലേന്ത്യാ നേതാവ് ഡോക്ടർ മാധവൻകുട്ടി അയാളെ സ്വതന്ത്രനാക്കി നിർത്തി. 2 കൂട്ടരും സ്വതന്ത്രനല്ല, BJP ചിഹ്നത്തിൽ തന്നെ നിർത്തിയിട്ട് കോലീബി ഉണ്ടാക്കി. പരസ്യമായിട്ട് ലീഗും കോൺഗ്രസും സഹായിച്ചു. അതിൽ അങ്ങനെ വരുമ്പോൾ 6000-ന് ജയിക്കണം ഞാൻ. 22,000 വോട്ടുള്ള BJP അവരെ കൂടെ കൂടിയാൽ 22 6 പോയാൽ എത്ര ഉണ്ട്? 18,000 വോട്ട്. 18,000 വോട്ടിന് ഞാൻ തോൽക്കണം. അതാണ് ആ 18 മറികടന്നിട്ടാണ് 12,000 വോട്ടിന് ജയിച്ചത്. അതാണ് ജനങ്ങൾ ഇഷ്ടപ്പെടാത്ത കണ്ട പോലും മറിച്ചാണ്ട് വോട്ട് ചെയ്യും. അപ്പോൾ കോലീബി ജനം ഇഷ്ടപ്പെടുന്ന സാധനമല്ല. അതുണ്ടോ അല്ലേ എന്നുള്ള സംശയത്തിന്മേൽ അത് എന്ത് ചെയ്യുന്നത്? ഇപ്പോൾ അത് വളരെ വ്യക്തമാണ്. ആ തന്ത്രത്തിനാണ് വടകര അങ്ങനെ, മറ്റേ ആലപ്പുഴ എങ്ങനെ, ആലപ്പുഴയും മറ്റേ ഈ കള്ളക്കളിയൊക്കെ ഇതിൻ്റെ കളിയാണെന്നുള്ളത് ജനങ്ങൾക്ക് നമ്മളെക്കാളൊക്കെ ബുദ്ധിയുണ്ട്. ഇപ്പോൾ യുവാക്കൾക്ക് നല്ല വിവരമുണ്ട്. ഇതെല്ലാം കൂടി ഫലപ്രദമായി വന്നാൽ UDF ഇതൊന്നും ജയിക്കാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, KPCC പ്രസിഡൻറ്റിനെ കണ്ട മനുഷ്യൻ വോട്ട് ചെയ്യുമോ? അയാളെ സ്വഭാവം, അയാളെ ഭർത്താവ്, അയാൾ പരസ്യമായിട്ട് പറയുക ഞാൻ BJPക്ക് പോകുമെന്ന് പറയും. ഞാൻ പിന്നെ സൗകര്യത്തിന് പോവും, എനിക്കെപ്പോഴാണ് തോന്നുന്നത് വെച്ചാൽ അപ്പോഴാണ് പോകും. അങ്ങനെ ഞങ്ങളാരെങ്കിലും പറയുന്നുണ്ടോ? എന്താ ഞങ്ങൾക്ക് BJP പോയാൽ? ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറാണെന്നല്ലേ ഞാനല്ലേ? എന്തേ ആരിഫ് മുഹമ്മദിനെ ഖാൻ ജനങ്ങളോട് പിന്തുണയും സൗകര്യമുണ്ടല്ലോ, വിദ്യാഭ്യാസമുണ്ട്, ഓൻ്റെ അത്ര പഠിപ്പ് എനിക്കുണ്ട്, പാരമ്പര്യമുണ്ട്. അയാൾ കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്നു, ഞാൻ ഇവിടെ മന്ത്രിയായിരുന്നു. എന്നിട്ട് എന്താ എനിക്ക് അങ്ങനെ തോന്നാത്തത്? സുധാകരൻ പറയാം ഞാൻ എപ്പോഴാണ് തോന്നുന്നത് വെച്ചാൽ അപ്പാണ് പോകുന്നത്, ഓനക്ക് അവിടെ വോട്ട്. ഇപ്പം നിങ്ങൾ നോക്കി ഇതൊക്കെ പറഞ്ഞാലും അഖിലേന്ത്യാ നേതാവും കേരളത്തിൻ്റെ ഒരു പാർട്ടി രൂപീകരിച്ച നേതാവുമായിട്ടുള്ള യുവജന നേതാവ് ആൻ്റണി, അയാളെ ഒരേ ഒരു മകൻ എന്താ അനിൽ ആൻ്റണി കുപ്പായിട്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് ആൻ്റണിയല്ലേ വണ്ടി കയറ്റി കൊടുത്ത്, മോനെ ഈ പോകല്ലേ, എന്നെ അവമാനിക്കല്ലേ എന്ന് പറഞ്ഞോ? എൻ്റെ മകൻ തെറ്റായൊരു വഴിക്ക് പോകുമ്പോൾ ഞാൻ പറയില്ലേ പോകല്ലേ മോനെ, ഇത് പറഞ്ഞില്ലല്ലോ. അപ്പോൾ എന്താ കോൺഗ്രസ് നശിക്കുക എന്ന് ആൻ്റണിക്കറിയാം. അപ്പം എൻ്റെ മകൻ മറ്റേ വണ്ടി കയറിയിട്ട് രക്ഷപ്പെട്ടോട്ടെ എന്ന്. അതേ നിലയ്ക്ക് തന്നെയാണ് കരുണാകരൻ്റെ മോളും. ഓളിപ്പോൾ പറയുന്നത് എന്താ? പത്മജ, ഞാൻ ആദ്യം വരേണ്ടത് മുരളിയായിരുന്നു, മുരളി ഇന്നല്ലെങ്കിൽ നാളെ വരുമെന്ന്. അതെനിക്കും അഭിപ്രായമുണ്ട്. കാരണം സ്വന്തം പിതാവിനെ വെല്ലുവിളിച്ച് സ്വന്തം പാർട്ടി ഉണ്ടാക്കി പുച്ഛിച്ച് ഇറങ്ങിപ്പോയിട്ടുള്ള ആളാണ് ഈ മുരളീധരൻ. ഓൻക്കൊക്കെ എന്തും ചെയ്യാം. ഞാൻ ഒരൊറ്റ കാര്യങ്ങളോട് പറയാം, 25 കൊല്ലം പ്രവർത്തിച്ച കോൺഗ്രസ്, DCC പ്രസിഡൻറ്റും KPCC എക്സിക്യൂട്ടീവ് മെമ്പറും 18 കൊല്ലം KPCC മെമ്പറുമായ ഞാൻ ഇന്നെ അപമാനിച്ച് കാലുവാരിയപ്പോൾ ഇറങ്ങിപ്പോന്ന് ഇപ്പുറത്ത് വന്നു, കമ്മ്യൂണിസ്റ്റുകാർ സഹായിച്ചു, MLA ആയി. ആ സഹായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കമ്മ്യൂണിസ്റ്റായി. ഇതൊക്കെ ആയിട്ടും ഞാൻ ഇന്ന് വരെ കോൺഗ്രസിനെ മോശമായിട്ട് പറയുന്നുണ്ടോ? ഏതെങ്കിലും ഒരു നേതാവിനെ പുച്ഛിച്ച് സംസാരിക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ട കരുണാകരൻ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഒരു മര്യാദ മുരളിക്കുണ്ടായോ? സ്വന്തം അച്ഛനെ തെറി പറഞ്ഞിട്ടാണ് പോയത്. ഓൻ ഇപ്പോൾ ഏത് കോൺഗ്രസിനെയും എന്തും പറയില്ലേ? ഇപ്പം ഈ പോണവരൊക്കെ അങ്ങനെ തന്നെയാണ്.